ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ദുബായ് എക്സ്പോ കാണാൻ പോയ വീഡിയോ ആണ് ബ്ലോഗായിട്ടിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. എക്സ്പോയിൽ മെയിനായിട്ട് 4 പാർക്കിംഗ് ആണുള്ളത്. ഓപ്പർച്യൂണിറ്റി പാർക്കിംഗ്, മൊബിലിറ്റി പാർക്കിംഗ്, സസ്റ്റൈനബിലിറ്റി പാർക്കിംഗ് ആൻഡ് വേൾഡ് പാർക്കിംഗ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇതിലേതെങ്കിലും ഒരു പാർക്കിംഗ് ഗൂഗിൾ മാപ്പിലിട്ടിട്ട് വരണം. എക്സ്പോ സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബർ 1 അപ്പോൾ ഒക്ടോബർ 1 മുതൽ മാർച്ച് 31, 2022 വരെ എക്സ്പോ ഉണ്ടാവും. അതായത് 6 months ഡ്യൂറേഷനാണ്. ഞങ്ങൾ ഒക്ടോബർ 1 തന്നെ എക്സ്പോ വിസിറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഡേറ്റ് വീഡിയോ ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ദുബായ് എത്തുമ്പോൾ നമുക്ക് ട്രാഫിക് സ്റ്റാറ്റസ് ഡിസ്പ്ലേ ബോർഡുകൾ കാണാം. അതിൽ എക്സ്പോ 2020 എന്ന് കറക്റ്റായിട്ട് റോഡിൽ വേറെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എക്സ്പോൻ്റെ ബോർഡ് ഫോളോ ചെയ്തിട്ട് പോയാൽ മതി. കറക്റ്റ് നമുക്ക് ഇവിടെ പാർക്കിങ്ങിൽ എത്താൻ പറ്റും. നിങ്ങൾ കുറച്ച് ദൂരം വന്നപ്പോൾ അവർ ഓപ്പർച്യൂണിറ്റി പാർക്കിംഗ് ഫുൾ, ഡൈവേർട്ട് ടു മൊബിലിറ്റി ഓർ വേൾഡ് പാർക്കിംഗ് എന്ന് എഴുതി കാണിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ മൊബിലിറ്റി പാർക്കിംഗ് മാപ്പ് ഇട്ടിട്ട് ആ ഡയറക്ഷനിൽ പോയി. ഇപ്പോൾ നമ്മൾ മൊബിലിറ്റി പാർക്കിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് പാർക്കിങ്ങിലോട്ട് കയറുമ്പോൾ കാണാം അവർ ഇഷ്ടം പോലെ വോളണ്ടിയേഴ്സിനെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് എവിടെയാണ് കാർ പാർക്കിംഗ് ഫ്രീ ഉള്ളതെന്ന് അവർ നമ്മളെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് വിടുന്നുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇഷ്ടം പോലെ വോളണ്ടിയേഴ്സിനെ നമുക്ക് പോണ വഴിയിൽ കാണാം. കാർ പാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കാർ എവിടെ പാർക്ക് ചെയ്തെന്നുള്ള മൊബൈലിൽ അറ്റ്ലീസ്റ്റ് ഒരു പിക്ചറെങ്കിലും എടുത്ത് വയ്ക്കണം. കാർ പാർക്ക് ചെയ്തതിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാർ പാർക്കിംഗ് നമ്പറും ബാർകോഡും കാണാം. അപ്പോൾ നിങ്ങൾ എന്തായാലും അറ്റ്ലീസ്റ്റ് മൊബൈലിലൊരു പിക്ചറെങ്കിലും എടുത്തു വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ കാർ എവിടെ പാർക്ക് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്കാണ് പോകേണ്ടത്. അവിടുന്ന് നമുക്ക് പീപ്പിൾ മൂവേഴ്സ് എന്ന് പറയും, അവർ ഫീഡർ ബസ്സസ് കാണാം. ആ ബസ്സിൽ കയറിയിട്ട് നമുക്ക് എക്സ്പോൻ്റെ സൈറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ എവിടെയാണ് പാർക്ക് ചെയ്ത് വെച്ചാൽ എല്ലായിടത്തും അവർ ബസ് സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൽ ഇരിക്കാനുള്ള സൗകര്യവും സാനിറ്റൈസറൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ കുട്ടികളായിട്ട് വരുന്നവരാണെങ്കിൽ സ്ട്രോളറും ഫുഡ് ഐറ്റംസൊക്കെ നിങ്ങൾ എടുത്തോളൂ. സ്ട്രോളർ നമുക്ക് ബസ്സിൽ കയറ്റിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ബസ്സിൽ കയറിയിട്ട് അവർ നമ്മളെ മൊബിലിറ്റി ഗേറ്റിൻ്റെ അവിടേക്കാണ് കൊണ്ടിറക്കുന്നത്. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ ബസ് അവിടെ നിർത്തിയിരിക്കുന്നത് കാണാം. പിന്നെ പോണ വഴി നമുക്ക് കുറേ ഫ്ലാഗുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. എക്സ്പോയിൽ 192 കൺട്രീസ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൺട്രീസിൻ്റെ ഫ്ലാഗ് നമുക്ക് ഡിസ്പ്ലേയിൽ ഇവിടെ കാണാം. നമ്മളിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മൊബിലിറ്റി ഏരിയയുടെ എൻട്രൻസിൽ നമുക്ക് വലിയൊരു ഗേറ്റ് കാണാം. നല്ല വലിയ ഗേറ്റാണ്. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ എന്തായാലും ഒരു പിക്ചർ ഇവിടെ നിന്നിട്ട് എടുക്കണം. ഈ ഗേറ്റ് കടന്നു പോകുമ്പോൾ നമുക്ക് 2 സൈഡും കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കാണാം. കുറച്ച് ബെഞ്ചും ഡെസ്കൊക്കെ ഇട്ടിട്ട് 2 സൈഡും വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് നമുക്ക് റെസ്റ്റ് എടുക്കാനും എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ കഴിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം, പോണ വഴി അവർ ഇഷ്ടം പോലെ വോളണ്ടിയേഴ്സിനെ നിർത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരോട് കൃത്യമായിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ എക്സ്പോൻ്റെ സൈറ്റിലേക്ക് എത്തി. നേരെ കാണുന്നതാണ് ഇവരുടെ ഒരു മൊബിലിറ്റി പവലിയൻ എന്ന് പറയുന്നത്. അവരതിന് അലിഫ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ടിക്കറ്റ് ചെക്കിംഗ് കൗണ്ടറിലേക്ക് പോവാം. ടിക്കറ്റ് മാത്രമല്ല നമ്മുടെ വാക്സിനേഷൻ ഡീറ്റെയിൽസ് കൂടി അവർ ചോദിക്കുന്നുണ്ട്. എക്സ്പോയ്ക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ 2 ഡോസ് വാക്സിൻ എടുത്തവരായിരിക്കണം. അത് വാക്സിൻ എടുക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 72 hours PCR റിസൾട്ട് വേണം. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിൽ വേണം. UAE റെസിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അൽഹോസൻ ആപ്പ് ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കാം. വിസിറ്റിംഗ് വിസയിൽ വന്നവരോ അഥവാ നിങ്ങൾ വാക്സിൻ എടുക്കാത്തവരോ ആണെങ്കിൽ നിങ്ങൾ 72 hours PCR കയ്യിൽ വെക്കണം. ഇത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. അവർ കൗണ്ടറിൽ അത് ചോദിക്കേണ്ടത്. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവർ ഉള്ളിലേക്ക് വിടുന്നുള്ളൂ. വാക്സിൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ്ങിലോട്ട് പോകാം. നമ്മൾ എയർപോർട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ നമ്മളൊരു ട്രേയിൽ ബെൽറ്റ്, പേഴ്സ്, മൊബൈൽ,
നമ്മൾ കൊണ്ടുപോയ ഫുഡ് ഐറ്റംസ്, ബാഗ് എല്ലാം ഇതിൽ വെച്ച് കൊടുക്കണം. അവരതിൽ സെക്യൂരിറ്റി ചെക്കിങ് ചെയ്തതിന് ശേഷമേ നമുക്കത് തരുള്ളൂ. സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷം നമ്മുടെ ടിക്കറ്റ് അവർ ചെക്ക് ചെയ്യും. നിങ്ങൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ മൊബൈലിൽ അത് കാണിച്ചു കൊടുക്കണം. അവർ അതിൻ്റെ ബാർകോഡ് സ്കാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ല, നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാത്തവരാണെങ്കിൽ അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള സെപ്പറേറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ളിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ നമുക്ക് മൊബിലിറ്റി പവലിയൻ കാണാം. അവരതിന് അലിഫ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിന് ചുറ്റും നമുക്ക് ഓരോ കൺട്രീസിൻ്റെ പവലിയൻ കാണാം. ഇപ്പോൾ ഓസ്ട്രേലിയ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ അടുത്ത് ഡെൻമാർക്ക് ഉണ്ട്, ഒമാൻ ഉണ്ട്. പിന്നെ കുറേ ഷോപ്പുകളും അതിൻ്റെ ഇടയിൽ റെസ്റ്റ് ഏരിയ, ടോയ്ലറ്റ്സ്, അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും മിക്സ് ആക്കിയിട്ടാണ് ഇവർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സ്പോ ടിക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 ഡേക്ക് അവർ ചാർജ് ചെയ്യുന്നത് 95 ദിറംസ് ആണ്. 1 മന്തിനാണ് നിങ്ങൾ പല തവണയായിട്ട് പോകാനാണെങ്കിൽ 195 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ സീസൺ ടിക്കറ്റ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് 6 മന്ത്സിന്, അതിന് 495 ആണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ VIP പാസ് പറഞ്ഞിട്ടൊരു ടിക്കറ്റ് ഉണ്ട്, അതിന് 1750. ഇതാണ് നോർമലായിട്ടുള്ള എക്സ്പോ ടിക്കറ്റ് റേസ്. പക്ഷേ ഈ ഒക്ടോബറിൽ അവർ ഓഫർ ഇട്ടിട്ടുണ്ട്. ഒക്ടോബർ ഫുൾ എക്സ്പോ കാണാൻ നമുക്ക് 95 ദിറംസ് ആണ് ഒരാൾക്ക് ചാർജ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ എക്സ്പോ ഒക്ടോബറിൽ തന്നെ പോയി കാണാൻ നോക്കുക. നിങ്ങൾക്ക് ഒരു വട്ടം ടിക്കറ്റ് എടുത്താൽ ഒരു മാസം ഫുള്ളായിട്ട് നിങ്ങൾക്ക് 30 ഡേയ്സ് വേണമെങ്കിലും പോയി കാണാം. 18 ഇയേഴ്സ് എബോവ് ഉള്ളവർക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ് ടു 59 ഇയേഴ്സ്, 60 ഇയേഴ്സ് എബോവ് ഉള്ളവർക്ക് ടിക്കറ്റ് വേണ്ട. 18 ഇയേഴ്സ് താഴെ ഉള്ളവർക്കും ടിക്കറ്റ് വേണ്ട. അതുപോലെ ഡിസേബിൾഡ് പേഴ്സൺസിന് ടിക്കറ്റ് വേണ്ട. അതുപോലെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനും ടിക്കറ്റ് വേണ്ട. കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ കൗണ്ടറിൽ എത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ടെങ്കിലും നമ്മൾ എക്സ്പോ സൈറ്റിൽ നിന്ന് കുട്ടികളുടെ ടിക്കറ്റ്, ഫ്രീ ടിക്കറ്റാണ്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കണം. അത് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവർ നമ്മളെ ഉള്ളിൽ കയറാൻ അലൗ ചെയ്തു. നെക്സ്റ്റ് ടൈമിൽ വരുമ്പോൾ നമ്മൾ കുട്ടികളുടെ ടിക്കറ്റ് നിങ്ങൾ ഒഫീഷ്യലായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. കുട്ടികളായിട്ട് വരുന്നവർ അത് ശ്രദ്ധിക്കണം. ഓരോ 5 ഇയേഴ്സ് കൂടുമ്പോഴാണ് എക്സ്പോ നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇറ്റലിയിലായിരുന്നു 2015. ഇപ്രാവശ്യം ദുബായിൽ 2020 നടക്കേണ്ട എക്സ്പോ കൊറോണ ഇഷ്യൂസ് കാരണമാണ് നമുക്കിപ്പോൾ 2021 പക്ഷേ അവർ എക്സ്പോ 2020 എന്നാണ് അവർ പറയുന്നത്. കാരണം കഴിഞ്ഞ വർഷം നടക്കുന്നതായതുകൊണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ജപ്പാനിൽ വെച്ചിട്ടാണ് എക്സ്പോ നടക്കുക. എക്സ്പോൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 6 മന്ത്സ് ആണ്. അതായത് നമ്മൾ ഒക്ടോബർ 1 തുടങ്ങി അടുത്ത വർഷം 2022 മാർച്ച് 31 വരെ നമുക്കിവിടെ ദുബായ് എക്സ്പോ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ടൈമിനുള്ളിൽ ഒരു വട്ടമെങ്കിലും എക്സ്പോ സന്ദർശിക്കണം. ദുബായ് എക്സ്പോ മാർച്ചിൽ അവസാനിച്ചാലും നമുക്ക് ഈ എക്സ്പോൻ്റെ സൈറ്റ് ഇവർ ഓപ്പൺ ആക്കിയിട്ട് ഡിസ്ട്രിക്ട് 2020 എന്നുള്ള പേരിൽ ഒരു IT നഗരമാക്കിയിട്ട് ഒക്ടോബർ 2022 ഇവർ വീണ്ടും ഓപ്പൺ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ദൂരം നടക്കുമ്പോൾ നമുക്ക് ഇവരെ മെയിൻ അട്രാക്ഷനായ അൽവാസൽ പ്ലാസ കാണാം. വലിയൊരു ഡോമാണ്. അതിൽ ഫുൾ ലൈറ്റ് ഡിസ്പ്ലേ ഒക്കെ ആയിട്ട്, ലൈറ്റും മ്യൂസിക്കൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തായാലും നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ഈ അൽവാസൽ പ്ലാസയിൽ ഒന്ന് സ്പെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇതിൻ്റെ ആ പിക്ചർ മാറുന്നതും അതിൻ്റെ സൗണ്ട് ഇഫക്ട്സ് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾ ഇരുന്ന് പോകും കണ്ടിട്ട്.
ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്കിൻ്റെ അടുത്തുള്ള ദുബായ് എക്സിബിഷൻ സെൻറ്ററിലാണ് ദുബായ് എക്സ്പോ ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ ഏകദേശം 192 കൺട്രീസ് പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും അവരുടേതായ പവലിയൻ ഉണ്ട്. പിന്നെ ഈ നമ്മുടെ ഈ ദുബായ് എക്സ്പോയുടെ ഈ സൈറ്റ് 3 ആയിട്ടാണ് മെയിനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ഡിസ്ട്രിക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മൊബിലിറ്റി ഡിസ്ട്രിക്ട്, സസ്റ്റൈനബിലിറ്റി ഡിസ്ട്രിക്ട്, ഓപ്പർച്യൂണിറ്റി ഡിസ്ട്രിക്ട്. അങ്ങനെ 3 ഡിസ്ട്രിക്റ്റായിട്ടാണ് നമ്മളിത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അൽവാസൽ പ്ലാസയുടെ അവിടെ നിന്ന് നടക്കുകയാണ്. ഏകദേശം കുറച്ച് നേരം നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കണ്ടു. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള എൻട്രൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അൽവാസൽ പ്ലാസയുടെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. അവിടെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇരുന്നിട്ട് നമുക്ക് ഈ ഇത് കാണാൻ പറ്റും, നമ്മുടെ ലൈറ്റ് ഡിസ്പ്ലേ ഒക്കെ കാണാൻ പറ്റും. അതല്ലാതെ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അൽവാസൽ പ്ലാസയുടെ അടുത്ത് തന്നെയാണ് UAE പവലിയൻ. UAE പവലിയനിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. റഷ് ആയതുകൊണ്ട് ആൾക്കാരുടെ എണ്ണം കൂടിയതുകൊണ്ട് പവലിയൻ അവർ ക്ലോസ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഇക്കാൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പോയിൽ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെത്തി പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അവരെ ഞങ്ങൾ കണ്ടു. അപ്പോൾ കുട്ടികളും ഞങ്ങളൊക്കെ കൂടി അവരെ കുറച്ച് നേരം ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തു. നമുക്ക് എത്ര പേരുണ്ടെങ്കിലും അവിടെ ഇടയ്ക്കൊക്കെ ഇരിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും കുറച്ച് നേരം ഇരുന്ന് ഒന്ന് ഫ്രഷായി ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് ലെവലായതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ എല്ലാ ഭാഗവും കാണാൻ പോയത്. ഓരോ കൺട്രീസിൻ്റെ പവലിയനിൽ നമ്മൾ കയറി ഇറങ്ങി വരുമ്പോൾ നമുക്ക് ആ കൺട്രിയുടെ ഇന്നൊവേഷൻ, ടെക്നോളജി, കൾച്ചർ, ഫുഡ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എല്ലാ കൺട്രീസിനും അവരുടേതായ ഒരു രീതികൾ ഉണ്ട്. അത് നമുക്ക് ഓരോരുത്തരുടെ പവലിയനിൽ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു കൺട്രി കണ്ട ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാ പവലിയൻ്റെ മുമ്പിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ചില പവലിയനിലൊക്കെ രാത്രി ആയപ്പോൾ തന്നെ അവർ ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് 2 പവലിയൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. അതല്ലാതെ മെയിനായിട്ടുള്ള പവലിയനൊന്നും ഞാൻ കയറിയിട്ടില്ല. ഇതാണ് നമ്മുടെ ഇന്ത്യൻ പവലിയൻ. ഇന്ത്യൻ പവലിയൻ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. 2 ബിൽഡിംഗ് ആയിട്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വിസിറ്റ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ഇട്ട് തരാം. എൻ്റെ നടുവിലായിട്ട് നമുക്ക് ചെറിയ പാർക്ക്, അതുപോലെ ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് എത്ര ടയർഡായാലും നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ ഓരോ സ്ഥലങ്ങൾ കണ്ടാൽ മതി. നമുക്ക് ഫിർദോസ് ബൈ എ റഹ്മാൻ പറഞ്ഞിട്ടൊരു പവലിയൻ കാണാം. അതുപോലെ വലിയ വലിയ ഷെഫുമാരുടെ റെസ്റ്റോറൻറ്റുകളുണ്ട് ഇതിൻ്റെ അകത്ത്. എക്സ്പോയിൽ നമുക്ക് അൽബേക്ക് റെസ്റ്റോറൻറ്റ് കാണാം. UAEയിൽ ദുബായ് മോളിൽ മാത്രമേ അൽബേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് എക്സ്പോയിലും അവൈലബിൾ ആണ്. എക്സ്പോൻ്റെ വേറൊരു ഹൈലൈറ്റാണ് വാട്ടർ ഫീച്ചർ. അവരൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാട്ടർഫോളിൻ്റെ താഴെ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും. എക്സ്പോൻ്റെ വേറൊരു അട്രാക്ഷനാണ് ഗാർഡൻ ഇൻ സ്കൈ പറഞ്ഞിട്ട്. ഇതിൽ നമുക്ക് കയറിയിട്ട് കുറച്ച് മുകളിലെത്തിയാൽ ഇത് ഫുൾ വ്യൂ നമുക്ക് എക്സ്പോൻ്റെ കിട്ടും. ഇതിനൊരാൾക്ക് 30 ദിറംസാണ് അവർ ചാർജ് ചെയ്യുന്നത്.
എക്സ്പോയ്ക്ക് പോകുന്നവർക്ക് പുതിയ 2 ആൾക്കാരെ പരിചയപ്പെടാം. 2 തരം റോബോട്ട് നമുക്കവിടെ കാണാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ടും ഫാമിലിയും അവർ പോവാണ് പറഞ്ഞു. ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് കുട്ടികൾ പെട്ടെന്ന് ടയേർഡ് ആവുകയാണ് പറഞ്ഞപ്പോൾ അവർ എന്നാൽ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വേറെ സ്ഥലത്താണ് പാർക്ക് ചെയ്തത്, വേൾഡ് പാർക്കിങ്ങിലാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ അവർ യാത്ര പറഞ്ഞ് അവർ പോയി. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ എല്ലായിടത്തും ഒന്ന് കയറി. എൻ്റെ ഈ വ്ളോഗിൽ ഞാൻ പവലിയൻ്റെ ഉള്ളിലൊന്നും കാര്യമായിട്ട് കാണിക്കുന്നില്ല. ജസ്റ്റ് 2 പവലിയനിൽ മാത്രമേ ഉള്ളിൽ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. ബാക്കി മെയിൻ പവലിയൻ്റെ ഉള്ളിലത്തെ വീഡിയോസൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് ഇടാം. എത്യോപ്യയുടെ പവലിയൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇവിടെ ഇവരുടെ കൾച്ചറാണ്, ഡ്രസ്സ്, അവരുടെ കുറച്ച് പഴയ ഫോട്ടോസ്, അവരുടെ ഹിസ്റ്ററി കാണിക്കുന്ന ഫോട്ടോസ്, പിന്നെ കുറച്ച് അവരുടെ ഡാൻസ് ഫോംസ്, പിന്നെ അവരുടെ കുറേ ഡെക്കറേഷൻ, കുറേ അവർ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ്, പിന്നെ അവരുടെ കുറച്ച് റൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്പോ പാസ്പോർട്ട് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നിർബന്ധമുള്ള കാര്യമല്ല. അത് നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്പോൻ്റെ അവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ 20 ദിറംസ് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ വഴി ഓർഡർ ചെയ്യാം. അതിലൊരു മാപ്പും അവർ ഫ്രീ ആയിട്ട് നമുക്ക് അയച്ചു തരും. നമുക്ക് ഫസ്റ്റ് ടൈം മാപ്പ് കിട്ടുകയാണെങ്കിൽ എക്സ്പോൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അത് ഈ പാസ്പോർട്ട് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഓരോ പവലിയനിൽ കയറി ഇറങ്ങുമ്പോൾ നമുക്കവർ പാസ്പോർട്ടിൽ അവരെ പവലിയനിൽ കയറിയതിൻ്റെ സീൽ ചെയ്യും. ആ രാജ്യത്തെ സീലാണ്. അപ്പോൾ എല്ലാവർക്കും ജീവിതകാലം മുഴുവൻ ഈ പാസ്പോർട്ടിൽ നമുക്ക് ഈ സീൽ വെച്ച പാസ്പോർട്ട് കാണാൻ പറ്റും. പക്ഷെ ചില പവലിയനിൽ അവർ സീല് വെക്കണില്ല, ചില പവലിയനിലില്ല. പക്ഷെ ഭൂരിഭാഗം പവലിയനിലും അവർ സീല് വെക്കുന്നുണ്ട്. ദുബായ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു അത്ഭുത ലോകമാണ്. ദുബായിൽ സാധിക്കാത്തതായിട്ട് ഒന്നും ഇല്ല എന്ന് നമുക്ക് ഈ എക്സ്പോയിൽ വന്ന് പോണവർക്ക് മനസ്സിലാവും. കാരണം അത്രയ്ക്കുണ്ട് ദുബായിൻ്റെ വളർച്ച. ദുബായിൽ സാധിക്കാത്തതായിട്ട് ഒരു കാര്യമില്ല. എന്ത് ഇന്നോവേഷൻ ഉണ്ടെങ്കിലും അത് ദുബായിൽ എത്തിയിരിക്കും. അതാണ് ദുബായ്. അപ്പോൾ എല്ലാവരും എക്സ്പോ നിർബന്ധമായിട്ട് വന്ന് കാണണം. എക്സ്പോയ്ക്ക് ദുബായ് മെട്രോ സർവീസ് സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എക്സ്പോ കാണാൻ വരുമ്പോൾ വൈകുന്നേരം എത്താൻ നോക്കുക. കാരണം ഇവിടെ 9:30 ആകുമ്പോഴത്തേനും ഇവിടുത്തെ പവലിയനൊക്കെ ഒരുവിധം ക്ലോസ് ആക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും പവലിയൻ ഉള്ളിൽ കയറിയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ നടന്ന് മൊബിലിറ്റി പവലിയനിൽ നിന്ന് നടന്നിട്ട് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി പവലിയൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റി പവലിയനിൽ എത്തിയപ്പോൾ നമ്മൾ കുറേ സൈക്കിൾസ് കണ്ടിട്ടുണ്ട്. ഈ സൈക്കിൾ നമുക്ക് റെൻറ്റിനെടുക്കാം. സൈക്കിളിൻ്റെ റെൻറ്റ് ഇവരുടെ എഴുതി വെച്ചിരിക്കുന്നത് 1 day മെമ്പർഷിപ്പ് 20 ദിറംസ് എന്നാണ്. അതായത് 1 day 45 മിനിറ്റ്സാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുക 20 ദിറംസിന്. പിന്നെ എക്സ്ട്രാ 30 മിനിറ്റ്സിന് 10 ദിറംസ് വെച്ചിട്ട് ഇവർക്ക് കൊടുക്കണം. അങ്ങനെയാണ് സൈക്കിളിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി പവലിയനിലെത്തിയപ്പോഴും പിന്നെ ഞങ്ങൾ ടയേർഡായി. കാരണം അന്ന് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഒരുവിധം പവലിയനിലൊക്കെ അവർ ക്ലോസ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഉള്ളതിലാണെങ്കിൽ നല്ല തിരക്കുണ്ട്. പിന്നെ എന്തായാലും രാത്രി 11 മണി 11:30 ആയി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ പക്ഷേ കാർ ഇട്ടത് മൊബിലിറ്റി കാർ പാർക്കിങ്ങിലാണ്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഓപ്പർച്യൂണിറ്റിയിലാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ വോളണ്ടിയേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റിയിൽ നിന്നും പീപ്പിൾ മൂവേഴ്സിൻ്റെ ആയ ബസ് കിട്ടും. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ മൊബിലിറ്റി ഈ ബ്ലോക്കിലേക്ക് കൊണ്ടാക്കും പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് ബസ് കയറി. ബസ്സിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, ബസ് വന്നപ്പോൾ നമ്മുടെ സ്ട്രോളർ എടുത്തു വെച്ചത് ഇവിടെ ദുബായ് പോലീസിൻ്റെ ഒരു ഓഫീസറാണ്. നമ്മൾ ഓപ്പർച്യൂണിറ്റി ഡിസ്ട്രിക്റ്റിൽ നിന്ന്
മൊബിലിറ്റി ഡിസ്ട്രിക്റ്റിലേക്ക് ബസ്സിൽ കൊണ്ടുപോയി അവർ. അവിടുന്ന് പിന്നെ നമ്മൾ ഇറങ്ങി മൊബിലിറ്റി ഡിസ്ട്രിക്റ്റിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ അവിടുന്ന് എക്സിറ്റ് ആവണം. പിന്നെ അവിടുന്ന് അവർ ബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും ബസ്സിൽ കയറിയിട്ട് നമുക്ക് പാർക്കിങ്ങിലോട്ട് ചെല്ലാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ്. ബാക്കി എക്സ്പോ വിശേഷങ്ങൾ ഞാൻ അടുത്ത ബ്ലോഗ്സിലിടാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.